ഹായ്, നമസ്കാരം. പ്രവാസത്തിലേക്ക് വീട് വിട്ടിറങ്ങിയ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവനവൻ്റെ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും ത്യജിച്ചുകൊണ്ട് പ്രവാസത്തിലേക്ക് ചേക്കേറി അവനവൻ്റെ ഓരോ മാസത്തിലെ ശമ്പളവും അവൻ വീട്ടിലേക്ക് അയക്കുകയാണ്. മാത്രമല്ല, അവനവൻ്റെ എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവൻ കുടുംബത്തിൻ്റെ, തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും ബാധ്യത സ്വയം ഏറ്റെടുക്കുകയാണ്. ചിലപ്പോൾ അവൻ്റെ പെങ്ങന്മാരുടെ കല്യാണം അവൻ നടത്തുന്നു, അവൻ്റെ വീട്ടുകാരുടെ ചെലവ് നടത്തുന്നു, അവൻ്റെ അനിയന്മാരുടെ അല്ലെങ്കിൽ പെങ്ങന്മാരുടെ വിദ്യാഭ്യാസം നോക്കുന്നു. അങ്ങനെ പ്രവാസത്തിലേക്ക് ചേക്കേറിയ ഒരു വ്യക്തി അവൻ്റെ കുടുംബത്തിൻ്റെ സകലമാന ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് അവൻ്റെ ഓരോ മാസത്തിലെയും ശമ്പളം കൃത്യമായി നാട്ടിലേക്ക് അയക്കുന്നു. ചിലപ്പോൾ ആ ശമ്പളം തികയാതെ വരുമ്പോൾ കടം വാങ്ങിയിട്ടും അയക്കുന്നു. അവൻ അറിയുന്നില്ല, ഈ ശമ്പളം മാത്രമല്ല അവൻ ചെലവാക്കുന്നത്, അവൻ്റെ നല്ല ജീവിതത്തിൻ്റെ ഒരു ഭാഗവും അവൻ്റെ ആയുസ്സിൻ്റെ ഒരു ഭാഗവും അവൻ്റെ വിലപ്പെട്ട സമയവുമാണെന്ന്. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ അവൻ അവൻ്റെ സന്തോഷങ്ങളെ മറന്നുകൊണ്ട് അവൻ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഒരു മേഘതിരിയായി പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം മേകിക്കൊണ്ട് ജീവിച്ച് തീർത്ത് കാലങ്ങൾ കടന്നുപോയി അവനൊരു വയസ്സനാകുമ്പോൾ അല്ലെങ്കിൽ അവന് പ്രായം ചെല്ലുമ്പോൾ അവൻ നാട്ടിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ നോക്കും, മറ്റുള്ളവർ ചോദിക്കും, നീ എന്ത് സമ്പാദിച്ചു? അപ്പോൾ ചിലപ്പോൾ അവനക്ക് ഉത്തരമില്ലാതിരിക്കാം. കാരണം അവൻ്റെ ജീവിതവും അവൻ്റെ ആയുസ്സും അവൻ്റെ സമ്പാദ്യവും എല്ലാം അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ച് മറ്റുള്ളവരെ സംരക്ഷിച്ചു. പക്ഷേ അതിനൊന്നും ഒരു കണക്കും ഉണ്ടാകില്ല. അവൻ സഹായിച്ച ചിലപ്പോൾ അവൻ വിസയിൽ കൊടുന്നവർ ചിലപ്പോൾ നല്ല കോടീശ്വരന്മാരോ നല്ല നിലയിലെത്തിയിട്ടുണ്ടാകാം. കാരണം അവർക്ക് ബാധ്യതയുണ്ടാവില്ല. ഈ ബാധ്യതയുള്ള വ്യക്തി അവൻ്റെ ജീവിതകാലം മൊത്തം ഈ ബാധ്യതയിൽ തീർന്നു അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതെ, ചെറിയ ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതെ അവൻ്റെ ജീവിതവും അവൻ്റെ സന്തോഷങ്ങളും അവൻ്റെ സുഖങ്ങളും എല്ലാം ത്യജിച്ചുകൊണ്ട് സ്വയം അവൻ നശിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വയം അർപ്പിച്ചുകൊണ്ട് അവൻ ജീവിതം തീർത്തു എന്ന് പറയാം. അങ്ങനെ നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവരെ പിണക്കരുത്, അവരോട് നിങ്ങൾ മനസ്സ് വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്, നിങ്ങളെ കയ്യിൽ ഒന്നുമില്ലേ എന്ന് ചോദിക്കരുത്, അവരെ നിങ്ങൾ അവഗണിക്കരുത്, അവരെ നിങ്ങൾ കൂടെ നിർത്താൻ ശ്രമിക്കണം.